ഹലോ, ഞാൻ എവിടെയാണെന്നാണോ ചിന്തിക്കണേ? അതിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ല അല്ലേ? എൻ്റെ തമ്മിൽ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ ഞാൻ എവിടെയാണെന്നുള്ളത്. യെസ്, ഞങ്ങൾ മോൺട്രിയലിലാണ്. മോൺട്രിയൽ എന്നുള്ളത് ക്യൂബക്ക് പ്രോവിൻസിലുള്ള ഒരു സിറ്റിയാണ്. ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസസ് ഒക്കെ കുറേ ഉള്ള ഒരു സിറ്റിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ആക്ച്വലി വന്നത് വേറൊരു കാര്യത്തിനും കൂടിയിട്ടാണ്. മെയിനായിട്ട് അതിനാണ്. ഇത് സൈഡിൽ കൂടെ പോകുന്നതാണ്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ആക്ച്വലി ഇന്ന് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. സെക്കൻഡ് ഡേ മോർണിംഗ് ആണിത്. ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കുറേ സംഭവ വികാസങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കപ്പോൾ അതൊക്കെ കാണണ്ടേ? ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് വാ, എന്നിട്ട് ബാക്കി പറയാം. ഓക്കെ, ബൈ. പ്രത്യക്ഷപ്പെട്ടേക്കാണ് ഞാനും വൈഷു. ഞാൻ വ്ളോഗ് പരിപാടിയൊക്കെ കുറച്ചിങ്ങനെ നിർത്തി വച്ചേക്കുമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് തോന്നി എന്തായാലും വ്ളോഗ് എടുക്കണമെന്ന്. കാരണം ഞങ്ങൾ ഇന്ന് മോൺട്രിയൽ പോവാണ്. മോൺട്രിയൽ എന്നുള്ളത് ക്യൂബക്ക് പ്രോവിൻസിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. മോൺട്രിയൽ, ഞങ്ങൾ ഒൻറ്റാറിയലാണല്ലോ, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാ. ഇത് ഞങ്ങളുടെ വണ്ടിയല്ല, ഫസ്റ്റ് ഡിസ്ക്ലൈമർ അതാണ്. ഞങ്ങൾ വേറെ വൈഷുവിൻ്റെ ഫ്രണ്ട് ഉണ്ട്, പുള്ളീനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മോൺട്രിയൽ പോണേ. പുള്ളി നാട്ടിൽ പോയേക്കുമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മോൺട്രിയൽ എയർപോർട്ടിലേക്കാണ് ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞ് നിങ്ങളൊന്ന് വരുമോ അങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ ഓക്കെ റെഡി വേറെ പറഞ്ഞ് പുള്ളിയുടെ വണ്ടി എടുത്തിട്ടാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ. അല്ല പോണത് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണ് ഞാൻ വ്ളോഗ് എടുക്കണതെന്ന് വെച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ വ്ളോഗ് പരിപാടി നിർത്തിയത് തന്നെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഫോൺ ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഓക്കെ, എനിക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നില്ലെങ്കിൽ ഇതിലായി പോകും ഞാൻ, അല്ലെങ്കിൽ ഞാൻ അതിലാവണം. അപ്പം എനിക്ക് ഇതിലിരുന്നിട്ട് അങ്ങനെ എനിക്ക് വലിയ സുഖമൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ അങ്ങ് വിട്ടു. എനിക്ക് അങ്ങ് തോന്നത്തില്ല, കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമുക്ക് തോന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും എങ്കിലാണേലും ഞാൻ അങ്ങനെ വ്ളോഗ് അങ്ങനെ നിന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് തോന്നി ഇന്ന് എന്തായാലും എടുക്കണം. കാരണം ഞാൻ കാനഡയിൽ വന്നിട്ട് ഇപ്പോൾ 3 വർഷമാവാനായി. ഈ 3 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒൻറ്റാരിയോ പ്രോവിൻസ് വിട്ട് പുറത്ത് പോകുന്നത്. ഓക്കെ, വൈഷു വന്നിട്ട് പിന്നെ 2 വർഷമായിട്ടുള്ളൂ, അത് കാര്യമാക്കണ്ട. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പോകുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാനും വൈഷുവും ചെയ്യണം. അതായത് ഞങ്ങൾക്കിപ്പോൾ ഒരു എത്ര വർഷമായിട്ട് അറിയാം വൈഷു? നമുക്കൊരു 10-12 വർഷമായിട്ട് അറിയാം. നമ്മൾ എപ്പോഴാണ് തുടങ്ങിയത്? അപ്പം ഇപ്പം എത്രയായി? അത്രയും വർഷം, 8 വർഷമായിട്ട് ഞങ്ങൾക്ക് അറിയാം. ഈ 8 വർഷത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ലോങ് ട്രിപ്പ് ഒറ്റയ്ക്ക് പോണേ. ഞങ്ങൾ ഇതിന് മുമ്പ് പോയിട്ടുണ്ട്, ട്രിപ്സ് ഒക്കെ പോയിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ ഇത് വന്നിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനും വൈഷു ഞാനും ഞങ്ങൾ മാത്രമുള്ള ഇത്രയും ലോങ് ട്രിപ്പാണ്. ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 5 hours എടുക്കും മോൺട്രിയലിലേക്ക്, ടൊറന്റോന്ന്. ഞാൻ ടൊറന്റോയിലാണോ? പിന്നെ എത്ര കിലോമീറ്റർ ആണോ ഈ കടയിൽ കണ്ടോ? ഇതാണ് എൻ്റെ പ്രശ്നം. എത്ര കിലോമീറ്ററാ? 600 കിലോമീറ്റേഴ്സ്. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യാം, മാക്സിമം റെക്കോർഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കുറേ വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു 50-60 വയസ്സൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഞങ്ങളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾക്ക് എൻ്റെ ഈ ചാനലൊക്കെ എടുത്തിങ്ങനെ നോക്കുമ്പോൾ ഈ വീഡിയോയും കാണാമല്ലോ. അപ്പോൾ ഈ ദിവസം നമുക്ക് ഒന്നും കൂടി റീക്യാപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. ആ ഒരു ഫീൽ കിട്ടും, രസമായിരിക്കില്ലേ? അപ്പോൾ ഒരു മെമ്മറി സാധനം പോലെ, മെമ്മറി ഡയറി മാതിരി ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചത്. കാരണം ലൈഫിൽ മൊത്തം കാര്യങ്ങൾ എടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഭാവിയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ക്യൂട്ട് അങ്ങനെ തോന്നുന്ന എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ നമ്മളെടുക്കാം. അങ്ങനെയാണ് ഗൈസ്. മതി എൻ്റെ തൊണ്ട എനിക്ക്. ഞങ്ങൾ ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബ്രെഡും ഓംപ്ലേറ്റും ആയിട്ട് സെറ്റപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അയ്യോ, തൻ്റെ പഴം എടുത്തില്ല.
വൈശ അത് കുടിച്ച് തീർത്ത്, എൻ്റെ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ വിശക്കാൻ തുടങ്ങുന്നുണ്ട്. നമുക്ക് കഴിക്കാം അല്ലേ? ഞങ്ങളതെടുത്ത് കഴിക്കട്ടെ ഗായ്സ്. In 1,000 feet, at the roundabout, turn right. നമ്മളിപ്പോ 3 മണിക്കൂറായി ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഇതുവരെ എങ്ങനെയുണ്ട് വൈശു? ആ ഗുഡ് എന്നാണ് കേട്ടോ. കേട്ടില്ലല്ലോ പറഞ്ഞത്? ആ ഗുഡ് എന്നാണ് പറഞ്ഞത്. ഞാൻ എപ്പോഴും വൈശുവിന്റെ അടുത്ത് പറയും, എടാ വ്ളോഗ് എടുക്കുമ്പോ ഉറക്കെ സംസാരിക്കുന്നത്. എനിക്ക് അറിയാൻ പാടില്ല, വൈശുവിന് ഇത്രയേ ഉള്ളൂ വ്ളോഗിൽ സൗണ്ട്. ഞങ്ങളപ്പോ കണ്ണടയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു ഗൈസ്. ബിക്കോസ് മഴക്കാരൊക്കെ മാറി, ഭയങ്കര വെയിലാണ്, വൻ വെയിലോട് വെയിൽ. അപ്പൊ നമുക്ക് ഇനി ഇത് വെച്ചേ പറ്റത്തുള്ളൂല്ലോ. അങ്ങനെ ഞങ്ങളൊരു അരമണിക്കൂർ ലേറ്റ് ആയി കേട്ടോ. ഞങ്ങളൊരു ഓൺ റൂട്ട് കയറി അരമണിക്കൂർ ചുറ്റിക്കറങ്ങിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ച പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഹൈവേ കയറിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തു. പക്ഷെ ഇപ്പൊ ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. ഇങ്ങനെ കുറേ മറ്റേ എന്താ പറയാ, കോട്ടൺ ക്യാൻഡീസ് ഇങ്ങനെ വെച്ചിട്ടുള്ള മാതിരി നല്ല ഭംഗിയുള്ള ക്ലൗഡ്സ് ഒക്കെ കേട്ടോ. സൂപ്പറായിട്ട് കണ്ടാ പറയോ ഇത്രയും നേരം ഇരുട്ട് പിടിച്ചിരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ എന്ന് പറയത്തില്ല. അങ്ങനെയാ, ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, സൂപ്പറായിട്ടില്ലേ? എൻ്റെ ഈ കണ്ണടയിൽ കൂടെ നോക്കുമ്പോൾ അതിലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഭയങ്കര ഡിഫൈൻഡ് ആയിട്ട് കാണുന്നുണ്ട് ക്ലൗഡ്സിന്റെ ഷേപ്സും കാര്യങ്ങളൊക്കെ. ഒരു മാജിക്കൽ കണ്ണടയാണത്. കൊള്ളാം. ഞങ്ങൾക്ക് വിശക്കണമൊന്നുമില്ല ആസ് ഓഫ് നോ. ഇപ്പോൾ ഇതുവരെ വിശക്കുന്നില്ല. നമ്മൾ സെറ്റായിട്ടാണ് പോകുന്നത്. സ്നാക്സ് ഒന്നും മേടിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഇഷ്ടം. പക്ഷേ ഒന്നും മേടിച്ചിട്ടില്ല. എന്നാലും എനിക്ക് പ്രശ്നം തോന്നണമൊന്നുമില്ല. പോകെ എന്തായിരിക്കും എന്ന് അറിയത്തില്ല. ഞാൻ വൈശുവിൻ്റെ മോന്തിയും വൈശു എൻ്റെ മോന്തിയും കണ്ടോണ്ടിരിക്കുന്നു അല്ലേ? വൈശു എൻ്റെ മോന്തി നോക്കടാ. ഒട്ടൻ മണ്ടൻ. ഞങ്ങളപ്പോൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ടിപ്പോൾ 4 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 4 മണിക്കൂർ പിന്നിട്ടപ്പോഴത്തേക്കും എൻ്റെ പോസ്റ്ററൊക്കെ മാറിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്.
വൈശുവിന് മാറ്റങ്ങളൊന്നുമില്ല. വൈശു സാരഥിയാണല്ലോ. ഇനി നമുക്ക് എത്ര ഉണ്ടല്ലോ 1 hour 48 minutes കൂടി ഉള്ളത് മോൺട്രിയാൽ എത്താൻ. ഞങ്ങൾ എടുത്തേക്കുന്ന എയർബിഎൻബിയിൽ എത്താൻ. ഞങ്ങളൊരു എയർബിഎൻബി എടുത്തേക്കണേ, അവിടെ എത്തിയിട്ട് കാണാം ഇനി. ഓക്കെ, കാണുന്നില്ല. ഇതെല്ലാം ഫ്രഞ്ചാണ്, കംപ്ലീറ്റ് ഫ്രഞ്ചാണ് കേട്ടോ. ദൈവമേ, ഓ ഇവിടെ ഞാൻ ഒരെണ്ണം കണ്ടു, എവന്യൂന്ന് മാത്രം ഇംഗ്ലീഷ് ഞാൻ കണ്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങാന്ന് നോക്കിയതായിരുന്നു കേട്ടോ. ഓക്കെ, പോകെ പോകെ എങ്ങനെയുണ്ട് നോക്കാം. ഒന്നുകൂടി കാണിച്ചിട്ട് പോകാം. വീട്ടിലത്തെ മറ്റേ ഇത് നോക്കുന്ന പോലെ ഉണ്ട്, സെക്യൂരിറ്റി ക്യാമറ. ഗൈസ് ഒന്നുകൂടി കാണിച്ചിട്ട് പോകാം. ജീവിതത്തിലേക്ക് ക്യാമറ ഞങ്ങളപ്പോ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഫൈനലി ഒരു 6-7 മണിക്കൂറിൻ്റെ ട്രാവലിൽ നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ടൊരു ബ്ലോക്കിൽ പെട്ടു. റോഡ് കൺസ്ട്രക്ഷനൊക്കെ ആയിരുന്നു. അതെല്ലാം മാറ്റി ഞങ്ങളങ്ങനെ ഫൈനലി ഇവിടെ എത്തിയിരിക്കുന്നു. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നല്ല വെതറാണ്. സ്പ്രിങ് ആയതുകൊണ്ട് നിറച്ച് പൂക്കളാണ് റോഡ് സൈഡിലൊക്കെ. ഞാൻ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ഇനി ഒരു 13 മിനിറ്റ്സിൽ ഞങ്ങൾ എയർബിഎൻബി എത്തും. എന്നിട്ട് ബാക്കിയപ്പോൾ കാണാം. ഞാനപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ സ്ട്രീറ്റ് ഞാൻ കാണിച്ചു തരാം. നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ എത്തി ഗൈസ്. വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലല്ല, കുറച്ച് പുറത്തേക്ക് മാറ്റിയിട്ട് ഒരു സ്ട്രീറ്റിൽ പാർക്ക് ചെയ്തേക്കുക. പക്ഷെ ഞങ്ങൾക്ക് ശരിക്കുള്ള പാർക്കിംഗ് എവിടെയാണെന്ന് അറിയത്തില്ല. ഇവിടെയുള്ള ബോർഡാണെങ്കിൽ ഫുള്ള് ഫ്രഞ്ചിലുമാണ്. കുറേ വണ്ടികൾ ഫ്രണ്ടിൽ കാണുന്നുണ്ട്. പക്ഷെ ഇത് ഇവിടെ ഒരു ബോർഡുണ്ട്. ആ ബോർഡിലാണെങ്കിൽ പീന്ന് എഴുതിയിട്ട് ക്രോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പാർക്ക് ചെയ്യാൻ പാടില്ല എന്നാണല്ലോ. പക്ഷെ ഇവിടെയൊക്കെ ഫുള്ള് പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇടാണോ പൈസ അപ്പം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ പാർക്ക് ചെയ്യും? എവിടെയെങ്കിലും പാർക്ക് ചെയ്യണമല്ലോ അല്ലേ? പാർക്കിംഗ് തേടിയുള്ള അലച്ചിലാണ് ഞങ്ങൾ. എവിടെയും പാർക്കിംഗ് കാണാനില്ല. ഉള്ളതൊക്കെ ആണെങ്കിൽ പ്രൈവറ്റ് പാർക്കിംഗ് മാതിരിയാണ്. ഓരോ ബിൽഡിങ്ങിൻ്റെ നേരെ ഫ്രണ്ടിൽ ആരോ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അവർക്ക് മാത്രമാണ് പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. I don't know what we will do. നോക്കാം. ഫൈനലി നമ്മൾ പാർക്കിംഗ് പ്ലേസ് കണ്ടുപിടിച്ചു ഗൈസ്. പാർക്ക് ചെയ്ത് വഴിച്ച് ഇറങ്ങുന്നു. ഞങ്ങളുടെ അതേ അവിടെയാണ് കാണുന്നത്. ആ ഒരു വൈറ്റ് ബാൽക്കണി കണ്ടില്ലേ, അതാണ് ഇത്രയും ഞങ്ങളുടെ എയർബിഎൻബിയുടെ കേട്ടോ. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ എയർബിഎൻബിയിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. 1 അല്ല, അപ്പാർട്ട്മെന്റ് ഏതിൻ്റെ ഉള്ളിൽ വണ്ണം. ഞങ്ങൾ റൂമിലെത്തിയിട്ട് സാധനങ്ങളൊക്കെ വെച്ച് നമുക്കിനി ഫുഡ് കഴിക്കാം. ഭയങ്കര വിശപ്പുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം. ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു അടിയിലൊരെണ്ണുണ്ട്, അവിടെ കയറും. നമ്മൾ ഈക്വലി വെയിറ്റിംഗ് ഫോർ
ഫുഡ്. കുറേ നടന്നിട്ട് ഫൈനലി വൈഷു കണ്ടുപിടിച്ച ബർഗർ കിട്ടുന്ന ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വെയിറ്റ് ചെയ്യുക ഓർഡറൊക്കെ ചെയ്തിട്ട്. വൈഷുണ്ട്. ഓക്കെ, സോ ഫുഡ് വന്നിട്ട് കാണിക്കാം. എനിക്ക് നമുക്ക് ഫ്രണ്ട്സ് അറിയാൻ പറ്റടാ, പേര് ചെയ്യാൻ കുറച്ച് പാട് കിട്ടിട്ടാ, പക്ഷെ കുഴപ്പമില്ല, സെറ്റ് ചെയ്തു. യെസ്, നമ്മുടെ ഫുഡ് ഇവിടെ എത്തിക്കുക. നമ്മളപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി പുറത്ത്. ഇനി റൂമിൽ പോകാനാണ് പ്ലാൻ. ആക്ച്വലി ഒന്ന് പോയിട്ട് കുറച്ച് നേരം ഉറങ്ങാമെന്ന് കരുതുകയാണ്. ഞങ്ങൾക്കാണെങ്കിൽ 4 മണിക്കാണ് ചെക്ക് ഉള്ളത്. അപ്പോൾ ഇപ്പം എന്തായാലും റൂമൊക്കെ റെഡി ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പോയിട്ട് നോക്കട്ടെ. ഇത് നല്ല നിറഞ്ഞപ്പോൾ ഒരു സന്തോഷമല്ലേ? ദിസ് ഈസ് a room. Bye. നമുക്ക് ബാൽക്കണി ആക്സസ് ഉണ്ട് കേട്ടോ. വൈകുന്നേരം നല്ല രസം ഉണ്ടാവുമായിരിക്കും. ഞങ്ങളപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ട് ഫ്രഷായി എണീറ്റിട്ട് ഒന്ന് ഫ്രഷനപ്പ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഒന്നുമില്ല, ഉറങ്ങട്ടെ. ഞങ്ങളൊക്കെ എണീറ്റു, റെഡിയായി, പുറത്ത് പോകാൻ നിൽക്കാണ്. ചായ കുടിക്കാൻ ഭയങ്കര ആഗ്രഹം. എണീറ്റപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര കൊതി പോലെ ചായ കുടിക്കാൻ. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ടിമ്മുണ്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ ടിം ഉണ്ടാവില്ല എന്ന്. ശരിക്കും എനിക്കറിയില്ലായിരുന്നു ഇവിടെ ടിം ഉണ്ടെന്ന് കേട്ടോ. ശരിക്കും എന്താ പറയുക, സർപ്രൈസാണ് അതെനിക്ക്. ആക്ച്വലി ടിം കാനഡയിൽ എല്ലാവിടെയും ഉണ്ട്, അത് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട് തോന്നുന്നു. എന്തോ എൻ്റെ ബുദ്ധിക്ക് അത് ഭയങ്കര സർപ്രൈസ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു 15 മിനിറ്റ്സ് വാക്ക് ചെയ്യാനുണ്ട്. എന്നിട്ട് നമ്മൾ നടന്നിട്ട് ടിമ്മിൽ പോയി ചാടിക്കാൻ പോകാം. എന്നിട്ട് ഇവിടെ മറ്റൊരു പബ്ലിക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈക്കിളുണ്ട്, പേ ആൻഡ് യൂസ് സൈക്കിളുണ്ട്. അതെടുത്തിട്ട് എവിടെയെങ്കിലും പോകാം എന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്കില്ലേ ബാൽക്കണി കാണിച്ചു തരട്ടെ. ഇപ്പോൾ വെയിലൊക്കെ പോയിട്ട് നല്ല രസമുണ്ട് കാണാൻ. മാറി നിൽക്കൂ ഗൈസ്. കാണാൻ അങ്ങനെ കുറേ സ്ഥലമുള്ളതിൽ ഭയങ്കര കാഴ്ചയ്ക്ക് കുറേ സംഭവമൊക്കെ ഉള്ളൊരു വ്യൂ ഒക്കെ ഉള്ളൊരു ബാൽക്കണി ഒന്നുമല്ല, പക്ഷെ എന്നാലും രസമുണ്ട്. ഈ ഒരു സ്ട്രീറ്റ് വ്യൂ ആണ്. ഇങ്ങനെ പോകുമ്പോൾ കപ്പിളൊക്കെ ഇത് സൈക്കിളൊക്കെ ചവിട്ടി പോകുന്നു, കാർ ഓടിച്ച് പോകുന്നു, അങ്ങനെ 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 എല്ലാവരും പോകുന്നു. അതൊക്കെ ഇങ്ങനെ നിന്ന് കാണാം. പക്ഷെ ഇതിൽ നമ്മൾ ഒരുപാട് ഇത് കൊടുക്കാൻ പറ്റത്തില്ല, സാധനം ഇളകുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഞങ്ങളപ്പോൾ പോയിട്ട് വരട്ടെ. പോകുന്ന വഴിക്ക് നിങ്ങളും പോരെ, എന്തായാലും നിങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എനിക്ക് ഉറക്കക്ഷീണം മാറിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. ഫോൺ താഴെ വീഴുന്നുണ്ട്. മൂക്കുത്തി. ഓക്കെ, അപ്പം ശരി, നമുക്കെന്നാൽ ടിമ്മിൽ പോയിട്ട് ചാടിയാം. കമാ. ടിമ്മിൻ്റെ ചായക്ക് ഞാൻ ഇത്രയും ടേസ്റ്റ് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പൊതുവെ ടിമ്മിൻ്റെ ചായ അങ്ങനെ കുടിക്കാറൊന്നുമില്ല. ടിമ്മിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഐറ്റം ഞാൻ അങ്ങനെ കൂടുതൽ കഴിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ഇന്ന് എന്താ അറിയില്ല, എനിക്ക് ഞാൻ പറയാൻ ഉറങ്ങി കഴിഞ്ഞിട്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതി. എന്തെങ്കിലും എനിക്ക് ചായ കുടിച്ചേ പറ്റുള്ളൂ എന്നുള്ളൊരു ഫീല്. ഞാൻ പണ്ടിങ്ങനെ വീട്ടിലുണ്ടാവുന്ന ടൈമിൽ ഇങ്ങനെ കേട്ടോ, ഉച്ചയുറക്കം കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൊതി, എനിക്ക് ചായ കിട്ടിയേ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു ഫീല് വരാറുണ്ടായിരുന്നേ. അതേ സാധനം ഇന്ന് എനിക്ക് വന്നിരിക്കുക. ആടാ, സെയിം സാധനം എനിക്ക് വന്നേ. ഇത് കുടിക്കുമ്പോണ്ടല്ലോ നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. ടിമ്മു, ഞാനും വൈഷു. ഇങ്ങനെ കുറച്ച് സ്ട്രീറ്റ് വ്യൂസ് കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഒന്നുമില്ല, ആൾക്കാരൊക്കെ ഇങ്ങനെ ഉലാത്താനായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചകളാണ് ഫുള്ളുള്ളത്. പ്രത്യേകിച്ച് അങ്ങനെ വേറെ ഒന്നും കാണാനൊന്നുമില്ല.
നമുക്കത് കാണാം കുറച്ച്. ഓക്കെ, ഈ പാലത്തിന്റെ പേരെന്താന്ന് നമുക്കറിയാം. എന്താ വെച്ചു ഇതിന്റെ പേര്? ഓ എനിക്കറിയാം, ജാക്യൂസ് കാർട്ടിയർ ബ്രിഡ്ജ്. അതാണ് ഇതല്ലേ US ഒന്നല്ലല്ലോ. ആ ജാക്യൂസ് കാർട്ടിയർ. നല്ല, എനിക്ക് ഈ പാലം കാണുമ്പോ, ഞങ്ങളിപ്പോൾ വന്നേക്കുന്നത് ഞാൻ പറഞ്ഞേ ലൈറ്റ് ഹൗസിലേക്കാണ്. അപ്പം ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് ഇവിടെ ഫുള്ള് തപ്പാണ് കേട്ടോ. എവിടെ ലൈറ്റ് ഹൗസ്, എവിടെ ലൈറ്റ് ഹൗസ് നോക്കുമ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല. ദേ അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? എവിടെ? ദേ അവിടെ, ദേ അവിടെ, ഇവിടെ 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 ഒരു സാധനം, അതാണ് അത്ര ലൈറ്റ് ഹൗസ്. ഇതല്ല ഞാൻ വിചാരിച്ച ലൈറ്റ് ഹൗസ് കേട്ടോ. ഇതല്ല എൻ്റെ ലൈറ്റ് ഹൗസ്, ഇങ്ങനെയല്ല എൻ്റെ ലൈറ്റ് ഹൗസ്. അപ്പോൾ പക്ഷെ അത് കുഴപ്പമില്ല, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം എന്തായാലും. ആ ലൈറ്റ് ഹൗസും പിന്നെ അത് മാത്രമല്ല, ഈ പുറകിലുള്ള ഈ ബ്രിഡ്ജില്ലേ, ഈ ബ്രിഡ്ജ് നല്ല രസമാട്ടോ നൈറ്റ് കാണാൻ. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കാണാം. അതിനുശേഷം ദേ ദൂരത്ത് മറ്റേ ജയൻറ്റ് വീൽ കാണുന്നുണ്ട്, അതിൻ്റെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. പിന്നെ ഈ ഫ്രണ്ടിലുള്ള റിവറില്ലേ, ഇതിലൂടെ ക്രൂസ് ഷിപ്പ് പോകുന്നുണ്ട്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു ചെറിയ ഈവനിങ് ഔട്ടിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇങ്ങനെ വന്നിങ്ങനെ നടന്ന് സ്റ്റോളൊക്കെ ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ബ്രിഡ്ജ്. ഞങ്ങൾ വരുമ്പോൾ ഇത് കൂടെ തന്നെയല്ലേ വന്ന്, ഞാൻ കാണിച്ചില്ലേ. ഇതിൻ്റെ പേര് ആക്ച്വലി ജാക്യൂസ് കാർട്ടിയർ ബ്രിഡ്ജ് എന്നാണ്. ഇത് എന്താ പറയുക, ഇതിൻ്റെ പണ്ടത്തെ പേര് വന്നിട്ട് മോൺട്രിയൽ ഹാർബർ ബ്രിഡ്ജ് എന്നായിരുന്നു ഇത്രേ. പിന്നീട് ഇതിൻ്റെ പേര് മാറ്റിയതാണ്. എന്തിനാന്ന് വെച്ചാൽ ഈ ജാക്യൂസ് കാർട്ടിയർ എന്ന് പറയുന്നത് ഒരാളുടെ പേരാ. ഈ പുള്ളി 400 വർഷം മുമ്പ് ഈ കാണുന്ന റിവർ ക്രോസ് ചെയ്ത് മോൺട്രിയൽ കാല് കുത്തിയിട്ടുള്ള ഒരു പുള്ളിയാണ്. അപ്പോൾ പുള്ളിയുടെ ഓർമ്മയ്ക്കായിട്ട് അല്ലെങ്കിൽ പുള്ളിക്കുള്ള ആദരവായിട്ടാണ് ഈ സാധനത്തിന് ഇപ്പോൾ ഇങ്ങനത്തെ പേര് കൊടുത്തേക്കുന്നത് കേട്ടോ, ജാക്യൂസ് കാർട്ടിയർ ബ്രിഡ്ജ്. പാലത്തിലേക്ക് നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി കേട്ടോ. ഇപ്പോൾ എനിക്ക് ശരിക്കും ഇങ്ങനെ ഇങ്ങനെ ലൈറ്റ് വരാൻ നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് എന്താ ഒരു ഓർമ്മ വരണേ, ഞങ്ങൾ ടൊറൻഡോ ഐലൻഡ്സിൽ പോയിട്ടുള്ള ഒരു വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ സമ്മറിൽ അമലും രമ്യൊക്കെ വന്ന സമയത്ത് നമ്മൾ പോയിട്ട് ഇതേപോലെ ആയിരുന്നു. ഞങ്ങളിങ്ങനെ സൺസെറ്റിൻ്റെ അടുപ്പിച്ച് പോയി, എന്നിട്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ കുത്തിയിരുന്ന് ഫുള്ളിങ്ങനെ നോക്കിയിരിക്കുക. ഇരുട്ടാവാൻ സൺസെറ്റായി, ഇരുട്ടായി, അവിടെ ഫുള്ള് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കാണുമായിരുന്നല്ലോ, ഞാനത് കാണിച്ചു തന്നില്ലേ. അപ്പം അതേപോലത്തെ ആ ഒരു വ്യൂ കാണാൻ വേണ്ടി ഇങ്ങനെ ഓരോ ലൈറ്റ് ഇങ്ങനെ ഓൺ ആവുന്നത് എണ്ണി ഇരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ. എനിക്ക് അതേപോലെ തോന്നണേ. ഞാനിവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പാലത്തിലാണെങ്കിൽ ഇപ്പോൾ കുറച്ചിങ്ങനെ ഓരോ ലെഗ്സിൽ മറ്റേ ഓരോ പില്ലേഴ്സിൽ കുറച്ച് ഇങ്ങനെ ലൈറ്റ് വരുന്നുണ്ട്. എന്തോ ഇങ്ങനെ പോയി വരുന്നുണ്ട്. കുറേ കൂടി കഴിയുമ്പോഴായിരിക്കും ഫുള്ളായിട്ട് വരുന്നത്. അതുവരെ ഇങ്ങനെ നോക്കിയിരിക്കേണ്ടി വരുന്നതാ തോന്നുന്നേ. പിക്കിൽ കാണുന്ന പോലെ അത്രയും ഡാർക്കായിട്ട് ലൈറ്റ് ഞങ്ങൾ കണ്ടില്ല. ഇനിയിപ്പോൾ കുറേ
കഴിഞ്ഞാൽ അത്രയും ഡാർക്ക് ആവുമെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ അത്രയും നേരം നിൽക്കാനുള്ള ഒരു ക്ഷമ നമുക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ ലൈറ്റ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവിടെ ജൈൻവീൽ മജന്ത കളറിൽ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്സ് ഒക്കെ ഫുള്ള് ലൈറ്റ് ഇട്ട് നല്ല രസമുണ്ടായിരുന്നു. കാണാനൊക്കെ രസമുള്ളൊരു സംഭവം തന്നെ കേട്ടോ. നമുക്കിപ്പോൾ ഇങ്ങനെ വന്ന് വേറെ ഒന്നും ചെയ്യാനൊന്നും ഇല്ലാന്നാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്കിങ്ങനെ കുറച്ചേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഇത് കാണാം. ഈ സംഭവം ഇല്ലേ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല രസമുണ്ട്. ഇങ്ങനെ ഓരോരോ കുറച്ച് ലൈറ്റ് പോയിട്ട് നല്ല ഇങ്ങനെ പൂക്കുറ്റി പോലെ അങ്ങ് പോയി പിന്നീട് ബ്രൈറ്റ് ആവുന്നുണ്ട്. അത് കാണാൻ നല്ല രസമുണ്ട്. ഒരു വേറെ തന്നെ ഒരു ഫീൽ. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. അത് നല്ലതാണ്. ഫൈൻ, ഗുഡ്, നൈസ്. ഞങ്ങൾ ഇനിയപ്പോൾ മെക്ഡി കയറിയിട്ട് ഞങ്ങൾ ബർഗർ എന്തെങ്കിലും മേടിക്കട്ടെ, ഡിന്നർ മേടിക്കട്ടെ, എന്നിട്ട് നേരെ റൂമിക്കില്ലേ വൈശു ഇന്നത്തെ പരിപാടി. ആ അതെ, എന്നിട്ട് പിന്നെ മെല്ലെ ഇടയ്ക്കെങ്കിലും നടക്കാൻ ഇറങ്ങാൻ പറ്റുമോ നോക്കാം.